Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fahuwal muhtadi wa man yudlil falan tajida lahu waliyyan murshida. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna nabiyyana Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-dini kullihi walau karihal mushrikun. Allahumma salli ala rasulika sayyidina Muhammad wa ala ali sayyidina Muhammad. Allahumma barik ala sayyidina Muhammad wa ala ali sayyidina wa maulana wa habibina wa munjina wa hadina wa murshidina wa shafi'ina wa imamina wa qudwatina wa qurrati a'yunina Muhammad kama sallaita wa barakta ala khalilika Ibrahim wa ali khalilika Ibrahim innaka hamidun majid. Ya ayyuhalladhina amanu taqullaha haqqa tuqatih fala tamutunna illa wa antum muslimun. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Wa fadaynahu bidhbihin azim wa tarakna alayhi fil akhirin. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഷഅബാൻ 5. ഷഅബാൻ മാസം വളരെ ചരിത്ര പ്രാധാന്യമുള്ള മാസമാണ്. ഈ മാസങ്ങളെയെല്ലാം അനുഷ്ഠാനങ്ങളുടെ മഹത്വങ്ങളിൽ കുരുക്കി അതിൻ്റെ ചരിത്രപരതയെ തമസ്കരിക്കുന്ന ഒരു രീതിയാണ് കാലാകാലങ്ങളായി പാരമ്പര്യ ചരിത്ര പണ്ഡിതന്മാരും പൗരോഹിത്യവുമൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. റമദാനിൽ നിങ്ങൾക്ക് നോമ്പിൻ്റെ മഹത്വം കേൾക്കാം, തറാവീഹിൻ്റെ മഹത്വം കേൾക്കാം, അതെടുത്താലുണ്ടാകുന്ന പുണ്യവും അതിൻ്റെ പോരിശയുമൊക്കെ കേൾക്കാം. നല്ലത്, അതൊക്കെ പറയട്ടെ. പക്ഷേ അക്കൂട്ടത്തിൽ റമദാനിലെ ചരിത്രത്തെക്കുറിച്ച് കൂടി സമൂഹത്തോട് പറയാനുള്ള ബാധ്യത ഈ പണ്ഡിതന്മാർക്കുണ്ടല്ലോ. ഷഅബാൻ അങ്ങനെയാണ്. ഷഅബാനിൽ നിങ്ങൾ ബറാഅത്തിനെക്കുറിച്ചും ബറാഅത്ത് നോമ്പിനെക്കുറിച്ചും ബറാഅത്ത് രാവിനെക്കുറിച്ചും അതിൻ്റെ സാധുതയെക്കുറിച്ചും അതിൻ്റെ സാധുത ഇല്ലായ്മയെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ബിദ്അത്താണോ സുന്നത്താണോ എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഷഅബാൻ എന്ന് പറയുന്നത് ഉള്ളതോ ഇല്ലാത്തതോ ആയ ബറാഅത്തിൻ്റെ കുരുക്കിൽ കുടുങ്ങി അതിൻ്റെ ചരിത്രപരതയെ പൂർണ്ണമായും തമസ്കരിക്കുന്ന രീതിയാണ് എക്കാലവും പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ളത്. ഈ തർക്കം വെറുതെ ഉണ്ടാകുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ തർക്കത്തിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ബറാഅത്ത് ഉണ്ടെന്നൊരു കൂട്ടർ പറയുന്നത്? എന്തിനാണ് ബറാഅത്ത് ഇല്ലെന്നൊരു കൂട്ടർ പറയുന്നത്? എന്തിനാണ് നോമ്പ് സുന്നത്താണെന്നൊരു കൂട്ടരും നോമ്പ് ബിദ്അത്താണെന്നൊരു കൂട്ടരും പറയുന്നത്? രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ആ ഷഅബാനിലെ ചില പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളെ തമസ്കരിക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞ് തർക്കിക്കുന്നവരുടെ ലക്ഷ്യം ഒന്നാണ്. ഇതാണ് നാം ഓർക്കേണ്ടത്. അപ്പോൾ മാസങ്ങൾ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, ഈ അനുഷ്ഠാനങ്ങൾ പോലും സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഒരു മാസവും പവിത്രമല്ല, ഒരു മാസത്തിനും സ്വമേധയാ ആദരവില്ല. നിങ്ങൾ നോക്കൂ, സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന ഒരു പ്രക്രിയയുടെ, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു അസ്തമിച്ചു എന്ന് സൂര്യൻ്റെ മേൽ നാം ആരോപിക്കുന്ന ഒരു യൂണിറ്റിൻ്റെ പേരാണല്ലോ ദിവസം. അങ്ങനെയുള്ള 29 30 ദിവസങ്ങളടങ്ങുന്ന ഒരു യൂണിറ്റിൻ്റെ പേരാണല്ലോ മാസം. അങ്ങനെയുള്ള 12 മാസങ്ങളടങ്ങുന്ന ഒരു യൂണിറ്റിൻ്റെ പേരാണല്ലോ വർഷം. ഇത് എവിടെ തുടങ്ങിയതാണ്? ഏതോ ഒരു ചരിത്രത്തിൻ്റെ ഘട്ടത്തിൽ ഇത് മുഹറമാണ് എന്ന് ആരോ പറഞ്ഞു. അന്ന് മുതൽ അത് മുഹറമായി. എന്ന് വെച്ചാൽ കാലത്തിൻ്റെ മേൽ നാം ആരോപിക്കുന്ന ഒരു ആരോപണം മാസമാണ് ഇത് ജനുവരിയാണ്, മുഹറമാണ്, കർക്കിടകമാണ്, ചിങ്ങമാണ് എന്നുള്ളത് നാം ആരോപിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് വരെ ജനുവരി ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു കക്ഷി ഇത് ജനുവരിയാണെന്ന് പറഞ്ഞപ്പോൾ അത് ജനുവരിയായി. അതുപോലെ ഏതോ ഒരു കാലത്ത് ആരോ ഇത് മുഹറമാണെന്ന് പറഞ്ഞപ്പോൾ അത് മുഹറമായി.
ഇത് കർക്കിടകമാണെന്ന് പറഞ്ഞപ്പോൾ കർക്കിടകമായി. അതിനു മുമ്പും കാലം ഉണ്ടായിരുന്നു, സൂര്യൻ ഉദിച്ചസ്തമിച്ചിരുന്നു, ചന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യം മുതലേ മുഹറമായിട്ട് ഇങ്ങ് വന്നതൊന്നുമല്ല. ഒരടയാളപ്പെടുത്തൽ ആരോ അടയാളപ്പെടുത്തി, അത് ചരിത്രപ്രസിദ്ധമായ അടയാളപ്പെടുത്തലാണ്. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിനേറെ കാര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജനുവരിയാണ് കാലത്തിന്റെ തുടക്കം, മുഹറമാണ് കാലത്തിന്റെ തുടക്കം എന്നൊന്നും ആരും വിചാരിച്ചേക്കരുത്. ആരോ ഒരാൾ ചരിത്രത്തിൽ എവിടെയോ ഒരു പോയിന്റ് ഇട്ടപ്പോൾ ആ പോയിന്റ് മുതൽ നമ്മൾ ഇങ്ങോട്ട് എണ്ണി തുടങ്ങി. അല്ലാതെ ഇത് മുഹറം അങ്ങ് ആകാശത്തുനിന്ന് പൊട്ടി വീണതോ ജനുവരി ഉണ്ടായതോ ഒന്നും അല്ല. അപ്പോൾ ഒരു മാസത്തിനും ഒരു ദിവസത്തിനും സ്വമേധയ ആദരണീയതയില്ല, സ്വമേധയ അതിന് മഹത്വമില്ല. പിന്നെയോ ആ മാസത്തിലും ആ കാലത്തിലും ഉണ്ടാകുന്ന ഇൻസിഡൻസുകളാണ്, കാര്യങ്ങളാണ് ആ മാസത്തെ പ്രസക്തമാക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അടയാളപ്പെടുത്തപ്പെടുന്നത്. അത് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി ചരിത്രത്തെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ ആയത്തിനെ നിങ്ങൾ കൃത്യമായി പഠിക്കണം. റമദാനിനൊരു മഹത്വമില്ല, അതാണ് ആയത്തിന്റെ അർത്ഥം. റമദാനിനൊരു മഹത്വവുമില്ല. പിന്നെയോ റമദാനിന് മഹത്വം ഉണ്ടാകുന്നത് ഖുർആൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ മാസങ്ങളെ നമ്മൾ അങ്ങനെ അടയാളപ്പെടുത്തണം, അതിന്റെ ഭാഗമായിട്ടൊരു അനുഷ്ഠാനം. അപ്പോൾ അനുഷ്ഠാനം പോലും ഒരു ഇൻസിഡൻസിനെ ഓർമ്മിപ്പിക്കുന്നത്, ഒരു ഇൻസിഡന്റിനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അതിനെ ആവർത്തിക്കുന്നതിനാണ്, പുനരാഖ്യാനം ചെയ്യുന്നതിനാണ്, ഇതിനു വേണ്ടിയാണ്. അപ്പോൾ ഒരു കാലവും സ്വമേധയ മഹത്വപ്പെട്ടതോ അല്ലെങ്കിൽ നിന്യമായതോ അല്ല, മറിച്ച് അതിലുണ്ടാകുന്ന കാലങ്ങളാണ്. ഇപ്പോൾ ഒക്ടോബർ 2 എന്ന് പറയുന്നത് ഗാന്ധിജി ജനിച്ചപ്പോഴാണ് നമുക്ക് ഒക്ടോബർ 2 പ്രധാനമായത്. ഓഗസ്റ്റ് 15 പ്രധാനമാകുന്നത് ഇന്ത്യക്ക് ഉണ്ടോ ഇല്ലേ ഇന്നും സംശയിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോഴാണ്. ഇന്ന് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നാം ഒരു കാര്യം, ആ കാര്യത്തെയാണ് ഒരു ദിവസവുമായി, ഒരു കാലവുമായി, ഒരു ദേശവുമായി നാം ബന്ധപ്പെടുത്തുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഷഅബാന്റെ മഹത്വം എന്താണ്, അല്ലെങ്കിൽ ഷഅബാന്റെ പ്രാധാന്യം എന്താണ് എന്ന് ആലോചിക്കുമ്പോഴാണ് ഷഅബാൻ 3 ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. ഹിജ്റ 4 ഷഅബാൻ 3 ഒരു ജനനം ഉണ്ടായി. ആ ജനനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് നാം പിന്നീട് മനസ്സിലാക്കി. ആ ജനനം ഇമാം ഹുസൈൻ്റെതാണ്, ഫാത്തിമയുടെ മകൻ. ഫാത്തിമ പ്രസവിച്ച ദിവസമാണ് ഷഅബാൻ 3 അല്ലെങ്കിൽ ഷഅബാൻ 4. 2 അഭിപ്രായങ്ങളാണുള്ളത്. ഷഅബാൻ 3 ഫാത്തിമ പ്രസവിച്ചപ്പോൾ അതൊരു സാധാരണ പ്രസവമായിരുന്നു. പ്രവാചകന്റെ പുത്രിയാണ് ഫാത്തിമ എന്നുള്ളതും പ്രവാചകന്റെ പേരക്കുട്ടിയാണ് ഹുസൈൻ എന്നുള്ളതും മാത്രമേ അന്ന് പ്രസക്തമായിരുന്നുള്ളൂ. പക്ഷെ പിൽക്കാലത്തെ ചരിത്രം അത് മറ്റൊന്നായി അടയാളപ്പെടുത്തപ്പെട്ടു. ലോകത്ത് ചില നക്ഷത്രങ്ങൾ ഉദിക്കാറുണ്ട്. അത് ചരിത്രത്തിൽ ഒരു വട്ടം മാത്രം ഉദിക്കുന്ന ചില നക്ഷത്രങ്ങൾ. അത്തരത്തിലുള്ള ചില നക്ഷത്രങ്ങളുണ്ട് ചരിത്രത്തിൽ. അങ്ങനെയുള്ളൊരു നക്ഷത്രത്തിന്റെ പേരാണ് ഹാബീൽ, മറ്റൊരു നക്ഷത്രത്തിന്റെ പേരാണ് ഹുസൈൻ, വേറൊരു നക്ഷത്രത്തിന്റെ പേര് ചെഗുവേര. ഇങ്ങനെ ഉണ്ടാകും. ചരിത്രത്തിൽ വളരെ അത്യപൂർവമായി മാത്രം ഉദിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം ഉദിക്കുന്ന ചില പ്രതിഭാസങ്ങളാണവ. അവ പിന്നീട് നമുക്ക് ആവർത്തിക്കാൻ കഴിയില്ല, ചരിത്രവും ആവർത്തിക്കില്ല. ഒരുപക്ഷെ ഹുസൈൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിന് ഫാത്തിമയുടെ ഗർഭപാത്രം മാത്രമായിരിക്കും അനുയോജ്യമായിട്ടുണ്ടാവുക. ഇനി മറ്റൊരു മാതാവിന് അത്തരത്തിലൊരു ഗർഭപാത്രം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജന്മം സാധിച്ച മാസമാണ് ഷഅബാൻ. ഇതാരും പറയൂല. കാരണം തമസ്കരണത്തിന്റെ ഏറ്റവും ക്രൂരമായ ഉദാഹരണമാണല്ലോ പ്രവാചകന്റെ കുടുംബം എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ അലിയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാനിത് പറഞ്ഞിരുന്നു. തമസ്കരണം എന്ന് പറയുന്നത്, തമസ്കരണമുണ്ട് ലോകത്ത് പല ഭാഗങ്ങളിലും. യേശു തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, യേശുവിന്റെ കുടുംബം തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, ബുദ്ധൻ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ തമസ്കരണങ്ങളെയെല്ലാം തമസ്കരിക്കുന്ന ഏറ്റവും അതിനിന്യവും ക്രൂരവുമായ തമസ്കരണത്തിന്റെ പേര് പ്രവാചക കുടുംബത്തോടുള്ള തമസ്കരണം എന്നാണ്. ഇന്നും തുടർന്നു വരുന്നു. അത് ആദരിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് എങ്ങനെ തമസ്കരിക്കാം എന്നാണ് പ്രവാചക കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുസ്ലിം സമൂഹം ഇന്നും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തമസ്കരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷഅബാൻ 3 ഹുസൈൻ ജനിച്ചതെന്ന്. ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും മദ്രസകളിൽ പഠിച്ചവരാണ്, നിങ്ങളെല്ലാവരും ഇന്നോളം വഅ്ള് കേൾക്കുന്നവരാണ്, ആയിരക്കണക്കിന് ഖുത്ബ പ്രഭാഷണങ്ങൾ കേട്ടവരാണ്, നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചവരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹുസൈൻ ജനിച്ചത് ഷഅബാൻ 3 ഷഅബാൻ എന്തൊക്കെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ ഷഅബാൻ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെ തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു മുല്ല തമാശക്ക് പറഞ്ഞിട്ടുണ്ടോ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൗത്രൻ ജനിച്ച ദിവസമാണ് ഷഅബാൻ 3 പറയില്ല. അത് പറഞ്ഞാൽ അവരുടെ മതം പൊളിയും.
കാരണം ഹുസൈന്റെ രക്തത്തിലാണ് അവർ അവരുടെ മതം പടുത്തുയർത്തിയിരിക്കുന്നത്. അവർക്ക് എങ്ങനെ ഹുസൈനെ കുറിച്ച് നല്ല വാക്ക് പറയാൻ പറ്റും? ഹുസൈന്റെ രക്തമാണ് അവർക്ക് വളമായി തീർന്നിട്ടുള്ളത്. അവർക്ക് ഹുസൈനെ കുറിച്ച് പറയാൻ കഴിയില്ല. ശഅബാൻ 3 ഹിജ്റ 4 ഫാത്തിമ പ്രസവിച്ചപ്പോൾ പ്രവാചകൻ ഓടി വന്നു. പ്രവാചകൻ ആ കുഞ്ഞിനെ എടുത്തു. ആദ്യമായി ആ കുഞ്ഞ് കേൾക്കുന്നത് പുണ്യ റസൂലിന്റെ ശബ്ദമാണ്. അത് ഹുസൈൻ തന്നെ പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിലാണ് ഖുർആൻ അവതരിച്ചത്. എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ പിതാമഹൻ, എൻ്റെ വല്യുപ്പ, ഈ ത്രികോണങ്ങൾക്കിടയിലാണ് ഞാൻ വളർന്നത്. ആ ത്രികോണത്തിന് ഉള്ളിലായിരുന്നു ഞാൻ സഞ്ചരിച്ചത്. ഞാൻ കേട്ട ശബ്ദമെല്ലാം അവരുടേതായിരുന്നു. മറ്റൊരു ശബ്ദം എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ പിതാവിൻ്റെ ജ്ഞാനവും പ്രവാചകന്റെ നുബുവത്തും ഉമ്മയുടെ വിവേകവുമാണ് എന്നെ നയിച്ചിരുന്നത് എന്ന് ഹുസൈൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ത്രികോണത്തിനിടയിൽ വളർന്ന ഒരു കുട്ടി 7ാമത്തെ വയസ്സിൽ വല്യുപ്പ മരിച്ചു. അതേ വർഷം തന്നെ ഉമ്മയും കൊല്ലപ്പെട്ടു. ഇതാണ് ഹുസൈന്റെ ബാല്യം എന്ന് പറയുന്നത്. 7ാമത്തെ വയസ്സിലാണ് വല്യുപ്പ മരിക്കുന്നത്. 3 മാസങ്ങൾക്കുള്ളിൽ ഉമ്മയും കൊല്ലപ്പെട്ടു. സ്വന്തക്കാരെന്ന് വിചാരിച്ചവർ, പ്രവാചകൻ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞവർ, അല്ലെങ്കിൽ പ്രവാചകനോടൊപ്പം സഞ്ചരിക്കുന്നുവെന്ന് അവകാശപ്പെട്ടവരാണ് തൻ്റെ ഉമ്മയെ നിഷ്ഠൂരമായി തീവച്ച് കൊന്നുകളഞ്ഞത് എന്ന് ഹുസൈൻ മനസ്സിലാക്കുന്നത് അന്നു മുതലാണ്. സ്വന്തമെന്ന് പറയാൻ തങ്ങൾക്കാരുമില്ലെന്ന് ഹുസൈൻ പറയുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് തഅദ്ദൈതും യാ ശർറ ഖൗമിൻ ബിഫഇലികും വഖാലഫ്തും ഖൗലൻ നബിയ്യി മുഹമ്മദി അമാ കാന ഖൈറുർ റുസുലി വസാകും ബിനാ അമാ നഹ്നു മിൻ നസലിൻ നബിയ്യിൽ മുസദ്ദദി തഅദ്ദൈതും യാ ശർറ ഖൗമിൻ, അല്ലയോ ഏറ്റവും മോശക്കാരായിട്ടുള്ള ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? വഖാലഫ്തും ഖൗലൻ നബിയ്യി മുഹമ്മദി, മുഹമ്മദ് നബി പറഞ്ഞതിന് വിരുദ്ധമല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? എന്താ പറഞ്ഞത്? അമാ കാന ഖൈറുർ റുസുലി വസ്വാകും ബിനാ, മുഹമ്മദ് നബി മരിക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് നിങ്ങളോട് വസിയത്ത് ചെയ്തിരുന്നില്ലേ? അമാ നഹ്നു മിൻ നസലിൻ നബിയ്യിൽ മുസദ്ദദി, ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? മുഹമ്മദ് നബിയുടെ രക്തത്തിൽ പറന്നുപോയി എന്നതോ? ആലോചിച്ച് നോക്കണം. ഒരു കുടുംബത്തിന്റെ വേദന ഞങ്ങൾ പ്രവാചകന്റെ മക്കളായി പോയി എന്നുള്ളതാണ്. മറ്റൊരു തെറ്റവർ ചെയ്തിട്ടില്ലല്ലോ. അനബ്നു അലിയിൽ ഖൈരി മിൻ ആലി ഹാഷിമി, ഞാൻ അലിയിന്റെ മകനാണ്. കഫാനി ബിഹാദാ മുഫഖിറൻ ഹീന അഫ്ഖുറ, ഞാൻ അഫ്ഖുറു, ഇതിനേക്കാൾ വലിയ ഒരു മഹത്വം എനിക്കുണ്ടാകേണ്ടതില്ല. വജദ്ദി റസൂലുള്ളാഹ്, എൻ്റെ വല്യുപ്പ അല്ലാഹുവിന്റെ ദൂതനാണ്. അക്രമ ഖൽഖിഹി വനഹ്നു സിറാജുല്ലാഹി ഫിൽ അർളി യസ്ഹറു, ഞങ്ങളാണ് അല്ലാഹുവിന്റെ ദൂതന്റെ പ്രകാശത്തിന്റെ വാഹകർ. വഫാത്തിമു ഉമ്മി മിൻ സുലാലത്തി അഹ്മദി, എൻ്റെ ഉമ്മ ഫാത്തിമയാണ്. വഅമ്മി യുദ്ആദിൽ ജനാഹൈനി ജഅഫറു, എൻ്റെ എളാപ്പ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ പിതൃവ്യൻ എന്ന് പറയുന്നത് 2 ചിറകുകളുള്ള ജഅഫർ എന്ന് പ്രവാചകൻ പറഞ്ഞ ജഅഫറാണ്. വഫീന കിതാബുല്ലാഹി അൻസല സാദിഖ, ഞങ്ങളുടെ വീട്ടിലാണ് അല്ലാഹുവിന്റെ കിതാബ് ഇറങ്ങിയത്. വഫീനൽ ഹുദാ വൽ വഹ്യു ബിൽ ഖൈരി യദ്ഖറു, ഞങ്ങളുടെ വീട്ടിലാണ് സന്മാർഗം പൂത്തുലഞ്ഞത്. വനഹ്നു അമാനുല്ലാഹി ലിൽ ഖൽഖി കുല്ലിഹിം, അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ലേ. നുസിറു ബിഹാദാ ഫിൽ അനാമി നജ്ഹറു, ഞങ്ങളെ സംരക്ഷിക്കേണ്ട കൈകൾ ഞങ്ങളെ കൊന്നുകളയുന്നു. ഞങ്ങളെ തലോടേണ്ട കൈകൾ ഞങ്ങളെ തല്ലുന്നു. ഞങ്ങളോട് നല്ല വാക്ക് പറയേണ്ടവർ ഞങ്ങളെ ശപിക്കുന്നു. എൻ്റെ വല്യുപ്പ കയറി നിന്ന മിമ്പറിൽ വെച്ച് ഞങ്ങൾക്ക് വേണ്ടി ശാപപ്രാർത്ഥന നടത്തുന്നു എന്നാണ് ഹുസൈൻ വിലപിക്കുന്നത്. മദീനയിലെ മിമ്പർ, പ്രവാചകന്റെ റൗളയുടെ തൊട്ട് പ്രവാചകന്റെ മിമ്പർ, ആ പ്രവാചകന്റെ മിമ്പറിൽ നിന്നാണ് 10 വർഷം റസൂൽ ഖുത്ബ പറഞ്ഞത്. ആ ഖുത്ബ നിർവഹിച്ച മിമ്പറിൽ നിന്ന് ലഅനല്ലാഹു അലിയൻ വൽ ഹസന വൽ ഹുസൈൻ, അല്ലാഹു അലിയിനെയും ഹസനെയും ഹുസൈനെയും ശപിക്കട്ടെ എന്ന് 40 വർഷം പ്രാർത്ഥിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞങ്ങളെ കുറിച്ച് നല്ല വാക്ക് പറയേണ്ടുന്നവർ ഞങ്ങളെ ശപിക്കുന്നു. മിമ്പറുകളിൽ പോലും നിഷേധിക്കാൻ കഴിയുമോ ഈ ചരിത്രം? ആ ഹുസൈന്റെ ജന്മം ശഅബാനിലാണ് എന്ന് പറയാൻ ഈ പുരോഹിതന്മാർക്ക് സാധിക്കില്ല. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇബ്രാഹിം നബിയിലേക്ക്. ഇബ്രാഹിം നബി തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിലുമായി ഒന്നിച്ച് കഅബ പണിയുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ അള്ളാഹു
ഇബ്രാഹിമിനോട് പറയുന്നുണ്ട്, ഇന്നി ജായിലുക ലിന്നാസി ഇമാമ, ഞാൻ നിന്നെ ഇമാമായി ആക്കിയിരിക്കുന്നു, ലോക സമൂഹത്തിന്, മാനവ കുലത്തിന്, എക്കാലത്തേക്കുമുള്ള മാനവ കുലത്തിന് ഞാൻ നിന്നെ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓമിൻ ദുരിയത്തി, എൻ്റെ സന്തതി പരമ്പരകളിലും അത് നിലനിർത്തണം. അള്ളാഹു പറഞ്ഞു, അതങ്ങനെ നിലനിർത്തില്ല, അതിൽ സുകൃതികളെ ഞാൻ തിരഞ്ഞെടുത്ത് നിലനിർത്തും എന്ന് അള്ളാഹു പറയുന്നു. എന്നിട്ട് ഇബ്രാഹിം നബിയോട് അള്ളാഹു പറയുന്നുണ്ട് ഒരു പ്രത്യേക സന്ദർഭത്തിൽ, വഫദൈനാഹു ബിദ്ബിഹിൻ അളീം, അദ്ദേഹത്തിന് നാം മഹത്തായ ഒരു ബലി ചരിത്രത്തിൽ നാം നൽകുന്നുണ്ട്. വതറക്നാഹു ഫിൽ ആഖിരീൻ വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, അത് പിൽക്കാല തലമുറകളിലേക്ക് നാം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് ഹുസൈനെ കുറിച്ചുള്ള ഇബ്രാഹിം നബിക്കുള്ള മുന്നറിയിപ്പാണ്. അത് കർബലയിലാണ് അത് സാക്ഷാത്കരിച്ചത്. ഇബ്രാഹിമിനൊരു നമ്രൂദ് ഉണ്ടായിരുന്നു, മുഹമ്മദിനൊരു അബു സുഫിയാൻ ഉണ്ടായിരുന്നു, ഹുസൈൻ ഒരു യസീദ് ഉണ്ടായിരുന്നു. പക്ഷേ ഇബ്രാഹിമിനെ നമ്രൂദിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, നാട് കടത്താനേ കഴിഞ്ഞുള്ളൂ. അബു സുഫിയാന് മുഹമ്മദ് നബിയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, നാട് കടത്താനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ വഫദൈനാഹു ബിദ്ബിഹിൻ അളീം, പക്ഷേ യസീദ് അത് ചെയ്തു. ഇബ്രാഹിമിന്റെ പിന്മുറക്കാരനെ, മുഹമ്മദ് നബിയുടെ പൗത്രനെ കർബലയിൽ വെച്ച് ഇല്ലാതാക്കാൻ അയാൾക്ക് സാധിച്ചു. പക്ഷേ ഇഖ്ബാൽ പാടിയതുപോലെ ഹർ കർബല കി ബാദ് ഇസ്ലാം ജിന്ദാ ഹോത്താ ഹെ, അവിടെ യസീദാണ് പരാജയപ്പെട്ടത്, ഇബ്നു സിയാദാണ് പരാജയപ്പെട്ടത്. ഹുസൈൻ മരിച്ചിട്ടില്ല, ഇനിയും പിറക്കും 1000 വീര ഹുസൈനുമാർ ഇനിയും പിറക്കും. കർബല അങ്ങനെയൊരു ഓർമ്മയാണ്, ഹുസൈൻ അങ്ങനെയൊരു ഓർമ്മയാണ്. അത് നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. യസീദെ പരാജയപ്പെട്ടിട്ടുള്ളൂ. അത് ഹുസൈൻ പറയുന്നുണ്ട്. ഹുസൈൻ ഒരിക്കൽ പറയുന്നു, അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്, അസ്ബഹ്തു വലിയ റബ്ബി റബ്ബൻ ഫൗഖി വന്നാറു അമാമി വൽ മൗതു യത്ലുബുനി ലാ അജിദു മാ ഉഹിബ്ബു വലാ അദ്ഫഉ മാ അക്രിഹു വൽ ഉമൂറു ബിയദി ഗൈരി ഫഇൻ ശാഅ അദ്ദബനി വഇൻ ശാഅ അഫഅ അന്നി ഫഅയ്യു ഫഖീരിൻ നഫ്ഖറു മിന്നി. അദ്ദേഹം ചോദിക്കുന്നു, അസ്ബഹ്തു വലിയ റബ്ബൻ ഫൗഖി, എൻ്റെ മേലെ ഒരു റബ്ബുണ്ടെന്ന് എനിക്കറിയാം. വന്നാറു അമാമി, എൻ്റെ മുന്നിലുള്ളതെല്ലാം അഗ്നിപാതകളാണ്. വൽ മൗതു യത്ലുബുനി, 4 ഭാഗത്ത് നിന്നും മരണം എന്നെ തേടുന്നുണ്ടെന്ന് എനിക്കറിയാം. ലാ അജിദു മാ ഉഹിബ്ബു, ഇഷ്ടമുള്ളതൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. വലാ അദ്ഫഉ മാ അക്രിഹു, എനിക്ക് എന്നെ പ്രയാസപ്പെടുത്തുന്നതിനെ ഒന്നും തടയാനും എനിക്ക് സാധിക്കുന്നില്ല. വൽ ഉമൂറു ബിയദി ഗൈരി, കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ കൈകളിലാണ് ഇരിക്കുന്നത്. ഫഇൻ ശാഅ അദബനി, അവർ വിചാരിക്കുമ്പോൾ അവർക്ക് എന്നെ നശിപ്പിക്കാൻ കഴിയും. വഇൻ ശാഅ അഫഅ അന്നി, അവർ വിചാരിക്കുന്ന കാലത്തോളം ഞാൻ ജീവിക്കും. ഫഅയ്യു ഫഖീരിൻ നഫ്ഖറു മിന്നി, പ്രവാചകന്റെ പൗത്രൻ ചോദിക്കുന്നു, എന്നേക്കാൾ ദാരിദ്ര്യം പിടിച്ച മറ്റാരുണ്ട് ഈ ലോകത്ത്? ഫഅയ്യു ഫഖീരിൻ നഫ്ഖറു മിന്നി. ഈ ചോദ്യം നമ്മളോടുള്ള ചോദ്യമാണ്. ഇത് നാരായണ ഗുരു ചോദിച്ചിട്ടുണ്ട്. നാരായണ ഗുരുവിനെ ആയിരക്കണക്കിന് വീടുകളിൽ പൂവിട്ട് പൂജിക്കുന്ന ഒരു കാലത്ത് നാരായണ ഗുരു നടരാജ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, തമ്പി നമുക്കാരും ഇല്ലല്ലോ, തമ്പിയെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുമോ? ഈ ചോദ്യം ഗുരുക്കന്മാരുടെ ചോദ്യമാണ്. കോഴി കൂവുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് പറഞ്ഞ യേശു, എന്റെ കുടുംബത്തെ നിങ്ങളൊന്നും ചെയ്യരുതേ എന്ന് കരഞ്ഞ് വിലപിച്ച് തപിച്ച് പറഞ്ഞ മുഹമ്മദ് നബി, അദ്ദേഹത്തിന്റെ പൗത്രനാണ് പറയുന്നത്, ഫഅയ്യു ഫഖീരിൻ നഫ്ഖറു മിന്നി, എന്നേക്കാൾ ദാരിദ്ര്യം പിടിച്ചവരാരുണ്ട് ഈ ലോകത്ത്? എനിക്ക് മുന്നോട്ടും പിറകോട്ടും നടക്കാൻ കഴിയുന്നില്ലല്ലോ. ഈ സമുദായം കൊടുത്ത, ഈ സമൂഹം കൊടുത്ത സമ്മാനമാണ് പ്രവാചകനത്. നാം ഇപ്പോ വലിയ പോരിശയിൽ പറയുന്നുണ്ടല്ലോ, പ്രവാചക സ്നേഹം പറയുന്നുണ്ടല്ലോ. പ്രവാചകന്റെ മുടി വിൽക്കാൻ നടക്കുന്നു ചിലർ, പ്രവാചകന്റെ പൊടി വിൽക്കാൻ നടക്കുന്നു ചിലർ, പ്രവാചകനെ കുറിച്ച് ക്യാമ്പയിനുകൾ നടത്തുന്നു ചിലർ, പ്രവാചകനെ കുറിച്ച് പുസ്തകങ്ങൾ ഇറക്കുന്നു ചിലർ. പ്രവാചകന്റെ കുടുംബമോ വിലപിക്കുന്നു, ഫഅയ്യു ഫഖീരിൻ നഫ്ഖറു മിന്നി, എന്നേക്കാൾ ഞങ്ങളെക്കാൾ ദാരിദ്ര്യം പിടിച്ചവർ ആരുണ്ട് ഈ ലോകത്ത്? ഞങ്ങളെ ഒന്ന് പറയാൻ, ഞങ്ങളെ കുറിച്ച് നോർക്കാൻ ആരുണ്ട്? ഈ ചോദ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെ വിലാപമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരുണ്ട് ഞങ്ങളെ ഏറ്റെടുക്കാൻ? പറയുന്നവരൊക്കെ ഷിയ, പറയുന്നവരൊക്കെ അഹ്ലുസുന്നത്തിന് പുറത്ത്, പറയുന്നവരൊക്കെ ഫണ്ട് വാങ്ങി പറയുന്നവർ. ഇല്ല, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് കാലത്തിന്റെ നേട്ടമാണ്. ഏതെങ്കിലും ഒരു കാലത്ത് അഹ്ലുബൈത്തിനെ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ ഏതെങ്കിലും ഒരു കാലം പാകപ്പെടുമെന്ന് തീർച്ചയാണ്. അത് പ്രവാചക ദൗത്യത്തിന് കാലം നൽകുന്ന സമ്മാനമാണ്. അത് പ്രവാചക ദൗത്യത്തിന് കാലം നൽകുന്ന നന്ദിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇമാം ഹുസൈൻ വെറും ഒരു ചെറുപ്പക്കാരൻ 57-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നുണ്ട്. ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചാണെങ്കിൽ 55-ാമത്തെ വയസ്സിൽ കൊല്ലപ്പെടുന്നുണ്ട്. ചെറുപ്പക്കാരനാണ്. പക്ഷേ അക്കാലഘട്ടത്തിൽ, ആ കാലത്തിനിടയിൽ അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. അദ്ദേഹം നല്ലൊരു ഫിലോസഫറാണ്, നല്ലൊരു പ്രഭാഷകനാണ്, നല്ലൊരു സഞ്ചാരിയാണ്, നല്ലൊരു കുടുംബനാഥനാണ്, നല്ലൊരു സ്നേഹിതനും സുഹൃത്തുമാണ്. ഇതൊക്കെയായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ചില വാക്കുകളിൽ ചിലത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നി ലാ അറൽ മൗത ഇല്ലാ സഅദ വൽ ഹയാതു മഅൽ ളാലിമീന ഇല്ലാ ബാത്തില. അദ്ദേഹം പറഞ്ഞു, അക്രമികളോടൊപ്പം ജീവിക്കുന്നത് നിരർത്ഥകമാണ്, അവിടെ മരണമാണ് വിജയം. അയ്യുഹന്നാസ്, അതുകൊണ്ട് മനുഷ്യരെ, നാഫിസു ഫിൽ മക്കാരിം, നിങ്ങൾ പരസ്പരം ആദരിക്കുന്ന വിഷയത്തിൽ മത്സരിക്കുക. വസാരിഉ ഫിൽ മഗാനിം, നിങ്ങളുടെ ജീവിതം സാക്ഷാത്കരിക്കുന്നതിൽ നിങ്ങൾ ധൃതി കാണിക്കുക. ഇൻകാന ദീന മുഹമ്മദിൻ ലം യസ്തഖിമില്ലാ ബിദമി ഫയാ സുയൂഫി ഖുദീനി. എൻ്റെ രക്തം കൊണ്ട് മാത്രമേ നീതി നിലനിർത്താൻ സാധിക്കൂവെങ്കിൽ വാളുകളെ വരൂ, ഞാനിതാ നിന്നെ കാത്തു നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്തമാണ് നീതിയുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളതെങ്കിൽ വാളുകളെ വരൂ, ഞാനിതാ നിങ്ങളെ കാത്തിരിക്കുന്നു. അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു, അസ്സുദ്ഖു ഇസ്സുൻ വൽ കദിബു അജ്സുൻ. സത്യമാണ് പ്രതാപം, എല്ലാ കള്ളങ്ങളും നിന്ദ്യമാണ്. വസ്സിറു അമാനത്തുൻ, രഹസ്യങ്ങൾ അമാനത്താണ്. വൽ ജവാറു ഖറാബത്തുൻ, അയൽവാസികൾ രക്തബന്ധുക്കളായി പരിഗണിക്കണം. വൽ മഊനത്തു സദാഖത്തുൻ, അപ്പോൾ ആവശ്യമുള്ള സഹായം ചെയ്യലാണ് ഏറ്റവും വലിയ സദഖ. വൽ ഖുൽഖുൽ ഹുസ്നു ഇബാദത്തുൻ, ഏറ്റവും നല്ല സ്വഭാവമാണ് ഏറ്റവും പുണ്യമായ ആരാധന. വസ്സുംതു സൈനുൻ, മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത്. വശുഹു ഫഖറുൻ, ലുബ്ധാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം, അല്ലെങ്കിൽ സ്വാർത്ഥതയാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. വറിഫ്ഖു ലുബ്ബുൻ, സൗമ്യതയാണ് വിവേകം. എന്നിങ്ങനെ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, മനുഷ്യന്റെ തത്വപരമായ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളൊക്കെ വളരെ ആഴമുള്ളതാണ്. ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സാമൂഹിക മര്യാദ? അദ്ദേഹം പറഞ്ഞു, ഹുവ അൻ തഖ്റുജ മിൻ ബൈതിക് ഫലാ തുൽഖി അഹദൻ ഇല്ലാ റഅയ്ത ലഹുൽ ഫദ്ല അലൈക്. നീ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നവരൊക്കെ നിന്നെപ്പോലെ മെച്ചപ്പെട്ടവരാണെന്ന്, അല്ലെങ്കിൽ നിന്നേക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന് ധരിച്ച് എല്ലാവരെയും സമബുദ്ധിയോടെ കാണലാണ് ഏറ്റവും വലിയ സാമൂഹിക മര്യാദ എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്ബാസിന് എഴുതിയ കത്തിൽ, ലാ തതകല്ലമന്ന ബിമാ ലാ യുഅനീക്, ആവശ്യമില്ലാത്തതൊന്നും ഒരിക്കലും പറഞ്ഞു പോകരുത്. വലാ തതകല്ലമന്ന ബിമാ യുഅനീക ഹത്താ തറാ ലഹു മൗദിഅൻ, ആവശ്യമുള്ളത് തന്നെ പറയുമ്പോൾ അത് പറയേണ്ടിടത്താണോ പറയുന്നത് എന്ന് ചിന്തിച്ചേ പറയാവൂ. ഫറുബ്ബ മുതകല്ലിമിൻ ഖദ് തകല്ലമ ബിഹഖിൻ ഫഈബ്, എത്രയെത്ര ആളുകളാണ് സത്യം പറഞ്ഞതിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത്. ഫലാ തുമാരിയന്ന ഹലീമൻ വലാ സഫീഹൻ, പണ്ഡിതന്മാരോട് തർക്കിക്കാൻ പോകരുത്, വിഡ്ഢികളോടും തർക്കിക്കാൻ പോകരുത്. അദ്ദേഹം പറഞ്ഞതാണ്, പണ്ഡിതന്മാരോട് തർക്കിക്കാൻ പോകരുത്, വിഡ്ഢികളോടും തർക്കിക്കാൻ പോകരുത്, രണ്ടും ഗുണം ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇത്തരത്തിൽ വലിയ നമ്മുടെ ജീവിതത്തിന് വിളിച്ചു നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇമാം ഹുസൈൻ്റെതായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു വഴന്നിലും പറയൂല, ഇമാം ഹുസൈൻ പറഞ്ഞത് പറയൂല. പറയാൻ അവർക്ക് മറ്റേറെ പേരുകളുണ്ട്. പ്രവാചകന്റെ പൗത്രനിൽ നിന്ന് വന്ന ഹദീസുകൾ കാര്യമായി ഉദ്ധരിക്കപ്പെടുകയില്ല, ഈ വാക്കുകളൊന്നും പറയില്ല. ഞാൻ പറയുന്നത് ഷഅബാനിൽ നമ്മൾ ഓർക്കേണ്ടത്, ഷഅബാൻ ഇത് മാത്രമല്ല, ഒരുപാട് ഇമാമുകളുടെ, ഒരുപാട് അഹ്ലുബൈത്തിന്റെ ജനനം കൊണ്ടും മരണം കൊണ്ടും പ്രാധാന്യമുള്ള മാസമാണ്. നമുക്കത് പറയേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഷഅബാൻ 3-ന് ഫാത്തിമ ബിവിയുടെ പ്രസവവും ഇമാം ഹുസൈൻ്റെ ജനനവുമാണ്. പ്രവാചകനാണ് ഇമാം ഹുസൈന് പേരിട്ടത്, ഹുസൈൻ എന്ന പേരിട്ടത്. ഹസൻ എന്ന പേരിൻ്റെ ചെറുനാമമാണ് ഹുസൈൻ. ചെറിയ ഹസൻ എന്നാണ്, കുട്ടി ഹസൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലുള്ളൊരു പേരാണ് ഹുസൈൻ. ചെറിയ ഹസൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് പ്രവാചകനാണ്. റസൂല് സൈനബ് പറയുന്നുണ്ടല്ലോ, ഞാൻ സൈനബിനെ കുറിച്ചുള്ള ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, ഹുസൈൻ്റെ തല നെഞ്ചോടെ വെട്ടിയെടുത്ത് വലിയൊരു തളികയിലാക്കി യസീദിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് വെച്ചിട്ട് തൻ്റെ വെള്ളിക്കോല് കൊണ്ട് ഈ ഹുസൈൻ്റെ ചുണ്ടിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈനബ് എഴുന്നേറ്റ് പറയുന്ന ഒരു രംഗമുണ്ട്. സൈനബ് ചോദിക്കുന്നുണ്ട്, ആ ചുണ്ട് ഏതാണെന്ന് നിനക്കറിയാമോ? ശപിക്കപ്പെട്ടവനെ, ആ ചുണ്ടിൽ പ്രവാചകന്റെ ചുണ്ട് ചേർത്ത് ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചുണ്ടിലാണ് നീ ഇപ്പോൾ നിന്റെ വെള്ളിക്കോല് കൊണ്ട് തട്ടുന്നത്. ആ കവിളേതാണെന്ന് അറിയാമോ? ആ കവിളിൽ പ്രവാചകന്റെ കവിള് ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രവാചകൻ ചുംബിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ പോകുന്നത്? എങ്കിൽ നിങ്ങൾ അറിയണം, പ്രവാചകൻ 1000 തവണ ചുംബിച്ച കവിളിനെ വെട്ടിയെറിഞ്ഞ് കൊലപ്പെടുത്തിയവരാണ് നിങ്ങൾ.
ഒരു കല്ലിന് നൽകുന്ന പ്രാധാന്യമെങ്കിലും നൽകിക്കൂടെ നിങ്ങൾക്ക് പ്രവാചകന്റെ പൗത്രന്? സൈനബ് ചോദിക്കുന്നുണ്ട്, 1000 തവണ പ്രവാചകൻ തന്റെ കവിള് ചേർത്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചരിത്രമൊക്കെ ഓർക്കണം. യസീദിന് തർലിയത്ത് ചെല്ലുന്നവർ, മുആവിയക്ക് തർലിയത്ത് ചെല്ലുന്നവർ, അബൂ സുഫിയാന്റെ കുടുംബത്തെ ആദരിക്കുന്നവർ, ഈ ചരിത്രം ഓർക്കണം. നിങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നുവെന്ന് ഓർക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. ഒരിക്കൽ പ്രവാചകൻ മിമ്പറിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിലും ഖുത്ബ നിർവഹിക്കാറുണ്ട് കേട്ടോ. ഇത് വെള്ളിയാഴ്ചയാണ് നിർവഹിക്കുന്നത്. ഇപ്പോൾ റസൂലിൻ്റെ ആ ചെറിയ പള്ളിയിൽ തിങ്ങി നിറഞ്ഞ ആൾക്കാരാണുള്ളത്. എല്ലാവരും റസൂലിൻ്റെ ശബ്ദം ഇങ്ങനെ സാഗൂതം ശ്രദ്ധിക്കുന്നു. ആ സമയത്ത് പ്രവാചകൻ പെട്ടെന്ന് മിമ്പറിൽ നിന്നിറങ്ങി പിറകിലേക്ക് നടന്നുപോയി. ഖുത്ബ നിർത്തിയിട്ടൊന്നുമല്ല, പൂർത്തിയായിട്ടല്ല, നെടുക്ക്. അപ്പോൾ എല്ലാവരും പ്രവാചകനെ നോക്കി. പ്രവാചകൻ എല്ലാവരോടും ഇരിക്കാൻ ആംഗ്യം കാണിച്ച് പിറകിലേക്ക് പോയി. അപ്പോൾ പിച്ച വെച്ച് നടന്നു വരുന്ന ഹുസൈനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഹുസൈനെ പ്രവാചകനെടുത്ത് ഒക്കെ തിരുത്തി വീണ്ടും മിമ്പറിൽ കയറി ഖുത്ബ തുടർന്നു. ഈ ഫത്ഹുൽ മീനൊന്നും ഓതാത്തത് കൊണ്ട് റസൂലിന് ആ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ദർസിലോതിയിരുന്നില്ലല്ലോ. അന്ന് മദ്ഹബുകളൊന്നും രൂപപ്പെട്ടിരുന്നില്ല. അല്ലെങ്കിൽ റസൂലിൻ്റെ നിസ്കാരം ശരിയാണോ തെറ്റാണോ നമ്മുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു കൊടുക്കുമായിരുന്നു. റസൂൽ ഖുത്ബ പൂർത്തിയാക്കി. എല്ലാം കഴിഞ്ഞതിന് ശേഷം റസൂൽ പറഞ്ഞു, ഈ കുഞ്ഞിനോടുള്ള നമ്മുടെ സ്നേഹം നമ്മെ മിമ്പറിൽ നിന്ന് ഇറക്കി കളഞ്ഞു. ഇതാണ് ആ കുഞ്ഞിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പ്രവാചകൻ നിസ്കരിച്ചിട്ട് സുജൂദ് ചെയ്തിട്ട് ഉയരുന്നില്ല. ഇപ്പോൾ പിറകിലുള്ള ആളുകൾ നോക്കുമ്പോൾ ഹുസൈൻ പ്രവാചകൻ്റെ പെരടി കയറിയിരിക്കുകയാണ്. റസൂലിന് ഉയരാം, പക്ഷേ റസൂല് അവൻ ഇറങ്ങിപ്പോയതിന് ശേഷം തല ഉയർത്തി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവൻ്റെ സന്തോഷം നമ്മൾ കെടുത്തി കളയരുതല്ലോ. എൻ്റെ പെരടി കയറിയിട്ട് കുറച്ചു നേരം കളിക്കലാണ് അവൻ്റെ സന്തോഷമെങ്കിൽ അവൻ്റെ സന്തോഷം കെടുത്തി കളയാൻ ഞാൻ ആളല്ല. പക്ഷെ നമ്മൾ ആ കുടുംബത്തിൻ്റെ സന്തോഷം മൊത്തം കെടുത്തി കളഞ്ഞല്ലോ. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഹുസൈനുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രം നമ്മൾ ഓർക്കണം. ഇതൊക്കെ അഹ്ലുസുന്നത്തിൻ്റെ കിതാബുകളിൽ ഉള്ളതാണ് കേട്ടോ. ഇതൊന്നും ഷിയാ കിതാബുകളിലുള്ളതല്ല. ഇതെല്ലാം അഹ്ലുസുന്നത്തിൻ്റെ, ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അഹ്ലുസുന്നത്തിൻ്റെ കിതാബുകളിൽ എഴുതി വെച്ചത് മാത്രമാണുള്ളത്. ഇതോർക്കണം നമ്മൾ. നമുക്ക് ആ കുടുംബത്തോട് നീതി പുലർത്താൻ ഇനി കഴിയില്ല, നീതി ചെയ്യാൻ ഇനി കഴിയില്ല. ഏറ്റവും ചുരുങ്ങിയത് ആ കുടുംബത്തെ ദ്രോഹിച്ചവരെ മാറ്റി നിർത്താനെങ്കിലും, നമ്മുടെ മഹത്വപ്പെട്ട പട്ടികയിൽ നിന്ന് മാറ്റി നിർത്താനെങ്കിലും നമുക്ക് സാധിക്കണ്ടേ? അതെങ്കിലും ചെയ്തില്ലെങ്കിൽ നാം എങ്ങനെയാണ് നാളെ പ്രവാചകൻ്റെ മുഖത്ത് നോക്കുക? എങ്ങനെയാണ് പ്രവാചകനെ നമ്മൾ അഭിമുഖീകരിക്കുക? ഒന്ന് ഓർത്തു നോക്കൂ. അള്ളാഹു നമ്മെ എല്ലാവരെയും സത്യം മനസ്സിലാക്കുന്നവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب تراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.